പ്രതിപക്ഷ നേതാവ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ഡി സതീശൻ, നമുക്കറിയാം ലോട്ടറി കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ്. അവർ അന്നന്നത്തെ കൂലിപ്പണി കിട്ടി ഒരുപക്ഷെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ലോട്ടറി വാങ്ങുന്നത്. കേരള സർക്കാരിന്റെ പേരിലാണ് ഈ തരത്തിൽ ആപ്ലിക്കേഷനുകളിൽ മൊബൈൽ ഫോണുകളിൽ സജീവമായി തന്നെ കാണുന്നത്. എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രങ്ങളിൽ പേപ്പർ ലോട്ടറി മാത്രമേ ഉള്ളൂ കേരള സർക്കാരിനെന്ന് പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് മാത്രം മതിയോ? ഇത് പൂർണ്ണമായ നിയമവിരുദ്ധമായ നടപടിയാണ്. ഓൺലൈൻ ലോട്ടറി കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഗാംബ്ലിംഗ്, ചൂതാട്ടം കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നിയമസഭ പാസാക്കി നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഈ ഓൺലൈൻ ലോട്ടറിയും ഏകദേശം ഈ ഗാംബ്ലിങ്ങിന്റെ ചൂതാട്ടത്തിന്റെ പരിധിയിൽ തന്നെ എത്തുന്ന ഒരു സംഭവമാണ്. ഇത് യഥാർത്ഥ ലോട്ടറി കൃത്യമായി നടത്തുന്ന ലോട്ടറി സംവിധാനങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി ചെയ്യുന്ന നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യമാണ്. ഇത് സർക്കാർ പരസ്യം കൊടുത്ത് തീർക്കേണ്ട കാര്യമല്ല. നിയമവിരുദ്ധമായ കാര്യം നടന്നാൽ സർക്കാർ പരസ്യം കൊടുക്കുകയാണ്. നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കുകയാണ് ചെയ്യാറ്. നിയമം ലംഘിച്ചാൽ ലംഘിച്ചവർക്കെതിരായി നടപടിയെടുക്കണം. ആരാണ് ഈ സർക്കാരിന്റെ ലോട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓൺലൈൻ ലോട്ടറിയാക്കി മാറ്റി ചെയ്യുന്നത്, നിയമവിരുദ്ധമായി ചെയ്യുന്നത്? അപ്പോൾ കുറെ കൂടി അതിന്റെ ഒരു കുറ്റകരമായ സ്വഭാവം കുറെ കൂടി കൂടുകയാണത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കുറെ കൂടി വർദ്ധിക്കുന്ന തരത്തിലാണ്. സർക്കാരിന്റെ ലോട്ടറിയിൽ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ സർക്കാർ പരസ്യം ചെയ്തത് ചെയ്യരുതെന്നല്ല പറയുന്നത്. ചെയ്ത ആളുകൾക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും. നമ്മുടെ സൈബർ പോലീസും മറ്റ് സംവിധാനങ്ങളും ഉള്ളതാണ്. ആരാണ് ഓൺലൈൻ വഴി ഇത്രയും ലോട്ടറി വിൽപ്പന നടത്തുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ എന്തിനാണ് പഠിക്കുന്നത്? ഈ ലോട്ടറി ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഈ ഒരു പരാതികളുമായി ശ്രീ വി ഡി സതീശൻ ഈ ലോട്ടറി ഡയറക്ടറോട് നേരത്തെ സംസാരിച്ചപ്പോൾ ഇത്തരം പരാതികൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അത് കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അറിയിച്ചാൽ മാത്രം മതിയോ? ഇപ്പോഴും ആ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പുറത്തിറങ്ങിയ ഓണം ബമ്പർ വരെ ആ ആപ്പിൽ കിട്ടാനുണ്ട്. അറിയിക്കുകയല്ല ചെയ്യേണ്ടത്, പരാതി കൊടുക്കണം. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് തന്നെ പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കേസെടുപ്പിച്ച് കുറ്റക്കാരായ ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരു 10 കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനിക്കും. ഇത് ചെയ്യുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തത്തില്ലെന്ന് ലോട്ടറി വകുപ്പും ധനകാര്യ വകുപ്പും ഒഴിഞ്ഞു മാറണം. ഒരു കാര്യം കൂടി, ഇപ്പൊ നമുക്കറിയാം ഈ ഓൺലൈൻ ലോട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന ലോട്ടറിക്കെതിരെയും നിയമ നടപടികൾ അതിപ്പോൾ UDF സർക്കാരായാലും ശരി LDF സർക്കാരായാലും ശരി അത് മുന്നോട്ട് പോയി അതിനെ നിരോധിച്ചതാണ്. അപ്പം ഇത്രയും ഒരു വലിയ ചൂഷണം നടക്കുമ്പോൾ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള അന്വേഷണം, എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്? നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് നമ്മളത് ഏറ്റെടുക്കും. ആ വിഷയം നമ്മൾ ഏറ്റെടുക്കും ഉറപ്പായിട്ടും. ഇപ്പോ മാതൃഭൂമി ഈ വിഷയം പുറത്തു കൊണ്ടുവന്നു. ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. അത് അവർ അലംഭാവം വരുത്തിയാൽ അപ്പോൾ അത് പ്രതിപക്ഷം ഏറ്റെടുക്കും. ഒരു സംശയ കാര്യത്തിലില്ല. ഇതിനേക്കാൾ വലിയ ലോട്ടറി കൊമ്പന്മാരെ കൊമ്പ് കുത്തിച്ചിട്ടുള്ള സംസ്ഥാനമല്ല കേരളം. പിന്നെയാണ് ഇത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ.